ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ആദിമിനസ് യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഫാമിലി ട്രിപ്പ് പോവുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഉമ്മ ഉണ്ട്, ആങ്ങളുണ്ട്, ആങ്ങളുടെ വൈഫുണ്ട്, പിന്നെ താത്തയും മക്കളും, ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ടാണ് പോകുന്നത്. വെറുതെ 10 മണിയൊക്കെ ആയപ്പോൾ ആങ്ങൾ പറഞ്ഞു നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയ ട്രിപ്പാണ് കേട്ടോ. വയനാട്ടിലാരെ കാണാൻ പോവാ? അതിന് പൂമോളത്തിലില്ലല്ലോ. ഓനും ഒരു പൂമോളും. അപ്പൊ വൈമന്ന് കൂട്ടിയാലാ പൂമോളെ പോവാ. ആയിക്കോട്ടെ. മുൻകൂട്ടി ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വയനാട്ടിലൊന്ന് പോയി കാട്ടിനുള്ളിലൊക്കെ ഒന്ന് കറങ്ങി വരാമെന്നുള്ള നിലക്ക് അങ്ങനെ പോവാണ് കേട്ടോ. പോകുന്ന ഞങ്ങൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ കേട്ടോ. പിന്നെ രസമാണല്ലോ ഇങ്ങനെ ട്രാവലിങ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകട്ടെ ചെയ്തത് നമ്മൾ. അപ്പോൾ നമ്മൾ ചുരം കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഫുഡ് ഏതായാലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വണ്ടിയിൽ വെച്ചു. ഇതാ പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടു. പിന്നെ എവിടെയും വണ്ടി നിർത്തിയൊരു വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും നോ പാർക്കിംഗ് കേട്ടോ. അതൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നമുക്ക് എൻ്റെയൊക്കെ സൈഡിൽ ഒതുക്കി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം എല്ലായിടത്തും നോ പാർക്കിംഗ് ഉണ്ട്. കൂടെ ഞങ്ങൾ സ്ഥലത്ത് നിർത്തിയിരുന്നു. നോളജിസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി അവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇടയിലേക്ക് നിൽക്കലില്ല മക്കളെ. മിന്നിങ്ങോട്ടൊക്കെ മിന്നു അമ്മി അമ്മി ആദ്യം ഇങ്ങോട്ടൊക്കെ. ചുരം കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇഷ്ടമാണ്. ഐസിങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ വയനാട്ടിലേക്ക് കയറിയിട്ടോ. പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലം ഇവിടെ നോക്കിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പോകാൻ. പിന്നെ നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി കേട്ടോ. അവിടെ നമ്മളിതാ ചോറ് കഴിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊക്കെ സൗകര്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടുത്തെ ഒരു നാട്ടുകാരനെ കണ്ടപ്പോൾ അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കണം, കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, കടുവയൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അയാൾ. ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. മക്കളെ കയ്യിൽ നിന്ന് വിടരുത് എന്നൊക്കെ അയാളിങ്ങനെ പറഞ്ഞു തരിക കേട്ടോ. നമുക്ക് ശ്രദ്ധ വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അയാൾ. അവിടുത്തെ നാട്ടുകാരനാണ്.
പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ യാത്ര തുടർന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണല്ലോ. എവിടെയും പാർക്കിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മളൊന്ന് എല്ലാവരും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമെന്ന് ഇങ്ങനെ നോക്കി നമ്മൾ ഒരു ആനനെ മാത്രം കണ്ടിട്ട് വേറെ ഒന്നിനെ നമ്മൾ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കാടിനുള്ളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തു. അവിടെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മൃഗങ്ങളെ ശ്രദ്ധിക്കുക, കടുവകളുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളാരെയും കണ്ടില്ല കേട്ടോ. ഒരു ആനനെ മാത്രം കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലത്തായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് മഴയില്ല, ചില സ്ഥലത്ത് മഴയുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കേട്ടോ. നമ്മൾ കടിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ട് അവിടെ നമ്മൾ ചായ കുടിക്കുകയാണ് ചെയ്തത്. ഏകദേശം 4:30 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് മഴ കിട്ടിയിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചുരം ഇറങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമല്ല, എന്താണെന്ന് വെച്ചാൽ പിന്നെ ബ്ലോക്കൊക്കെ ആയി നല്ല മഴയായിരുന്നു കേട്ടോ. അതാ ചുരം ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴ. പിന്നെ നമ്മൾ കുറേ വൈകിട്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്, കാരണം മഴ പെയ്തപ്പം നല്ല ബ്ലോക്കായി ചുരത്തിൽ. പിന്നെ നമ്മൾ ഓമശ്ശേരി എത്തിയപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു കടയാണ് കേട്ടോ, മാഞ്ചോട്ടിൽ തട്ടുകൾ. അവിടെ കയറിയിട്ട് നമ്മൾ പൊറാട്ടയും ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടെ. ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.